ഗാസയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ തങ്ങളുടെ വീട് പരിശോധിക്കാനെത്തിയ ഒരു കുടുംബത്തിലെ 11 പേരെ വധിച്ചു. ഷെല്ലാക്രമണത്തിലാണ് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഇവർ കൊല്ലപ്പെട്ടത്. എന്നാൽ ഇസ്രായേലിന്റെ അധീനതയിലുള്ള മേഖലയിലേക്ക് സംശയാസ്പദമായി എത്തിയ വാഹനത്തിന് നേരെയാണ് വെടിയുതിർത്തതെന്നാണ് സൈന്യത്തിന്റെ വിശദീകരണം. അജയ് സുധാ ബിജു ചേരും വിശദാംശങ്ങളുമായി. അജയ്, വീണ്ടും ഇസ്രായേൽ ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ലംഘിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്? ഹരി, വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് 8 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്ര വലിയൊരു ആക്രമണം നടക്കുന്നത്. ഇതിനു മുൻപേ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ വലിയ തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ മറ്റ് അക്രമ സംഭവങ്ങളോ ഒന്നും തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഒരു കുടുംബത്തിലെ 11 പേരെ ഒറ്റയടിക്ക് വധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ബസ്സിന് നേരെ ഷെല്ലാക്രമണം നടത്തിയതിനെ തുടർന്നാണ് 7 കുട്ടികളും 3 സ്ത്രീകളും ഉൾപ്പെടെ ഈ 11 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സെയ്തൂൺ മേഖലയിലേക്ക് തങ്ങളുടെ വീട്, ഈ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ തങ്ങളുടെ വീട് അന്വേഷിച്ച് വന്ന ഒരു കുടുംബത്തിലെ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ സെയ്തൂൺ മേഖലയിൽ നിരവധി കെട്ടിടങ്ങളാണ് ഇസ്രായേലിൻ്റെ ഷെല്ലാക്രമണത്തെയും അതുപോലെ തന്നെ മിസൈൽ ആക്രമണത്തെയും തുടർന്ന് തകർന്നത്. ഇതിൽ തങ്ങളുടെ വീടിൻ്റെ അവശിഷ്ടങ്ങൾ, അവിടെ നിന്ന് മറ്റ് സാധന സാമഗ്രികൾ എന്തെങ്കിലും മിച്ചമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടേക്ക് കടന്നു വന്നത്. അപ്പോൾ ഈ ഒരു യെല്ലോ ലൈൻ, അതായത് ഈ വെടിനിർത്തൽ ഈ സമാധാന കരാർ പ്രകാരം നിശ്ചയിച്ചിരുന്ന യെല്ലോ ലൈൻ കടന്നാണ് ഈ കുടുംബം എത്തിയത്. അത് കാരണം ഈ ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് കാരണമാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് സൈന്യം നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പലസ്തീൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഈ വക്താവ് ഉൾപ്പെടെ ഈ വിഷയത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഹമാസ് പറഞ്ഞത് ഇസ്രായേൽ നടത്തിയത് കൂട്ടക്കൊലയാണ്, മനസാക്ഷിയില്ലാത്ത പ്രവൃത്തിയാണ് എന്നാണ് ഹമാസ് പറഞ്ഞത്. അതുപോലെ തന്നെ പലസ്തീൻ അധികൃതർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ പറയുന്നത് ഈ കുടുംബത്തിന് മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു വാർണിംഗ് നൽകണമായിരുന്നു, അല്ലാതെ ഷെല്ലാക്രമണം നടത്തിയല്ല ഇവരെ തിരിച്ചയക്കേണ്ടിയിരുന്നത് എന്നാണ് പലസ്തീൻ അധികൃതർ പറയുന്നത്. മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു വാർണിംഗ് നടത്തി കുടുംബത്തെ അവിടെ നിന്ന് തിരിച്ച് പറഞ്ഞു വിടാമായിരുന്നു. ഇത് ഷെല്ലാക്രമണത്തിലൂടെ അവരെ ഒന്നും നോക്കാതെ വധിക്കുന്ന ഒരു നിലപാടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന്, ഒരു മനസാക്ഷിയില്ലാത്ത തീരുമാനമാണ് ഉണ്ടായത് എന്ന് പലസ്തീൻ അധികൃതർ ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ ഈ 11 പേർ കൊല്ലപ്പെടുന്ന വലിയൊരു കൂട്ടക്കൊല നടന്നത്. ഇതിനിടെ ഇപ്പോഴും ഈ സമാധാന കരാർ പ്രകാരമുള്ള ഈ ബന്ദി കൈമാറ്റമെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോഴും മൃതദേഹങ്ങളുടെ കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് ഇനിയും 18 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിന് നൽകാനുണ്ട്. അതേസമയം ഈ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിൽ പ്രതിസന്ധിയുണ്ട്. അതിന് തക്കവണ്ണമുള്ള ഉപകരണങ്ങൾ തങ്ങൾക്ക് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹമാസ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഇതിനിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ നിലവിൽ ആ ഒരു വിഷയത്തിൽ ഉൾപ്പെടെ തീരുമാനമായിട്ടില്ല. എന്തായാലും ഈ വെടിനിർത്തൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ആക്രമണം തന്നെയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഹരി, തന്നെയാണ് സാഹചര്യം. എന്തായാലും അജയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഈ ഒരു യെല്ലോ ലൈൻ ക്രോസ് ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദാംശങ്ങൾ. എന്തായാലും ഇത് തീർത്തും അനീതിയാണെന്നുള്ളതാണ് പലസ്തീൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. എന്തായാലും 8 ദിവസങ്ങൾക്ക് ശേഷം, ഈ വെടിനിർത്തൽ കരാറ് വന്നതിന് ശേഷമുള്ള 8 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ എത്തുന്നത്. ഒരു കുടുംബത്തിലെ 11 പേരെ വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ബന്ദി കൈമാറ്റമൊക്കെ പൂർത്തിയായി എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു 11 പേരെ വധിക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തത്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ കായിക